Rahul Gandhi's campaign that he kicks off right before filing his nomination in Wayanad, supported by his sister Priyanka Gandhi. You have K.C. Venugopal, bunch of the leaders, senior leaders of the Kerala Congress. And there were still bodies. Leaders who have come together. Let's hear it. Rahul Gandhi speaking. And I remember thinking to myself, not a single person who has come to me has lost their sense of self-respect or dignity. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിദാരുണമായ കാഴ്ചയായിരുന്നു അത്. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവർ, വീടിന്റെ എല്ലാം നഷ്ടപ്പെട്ടവർ, അവരെല്ലാവരും. അത് മാത്രമല്ല, ഒരു പ്രദേശത്ത് ഞാൻ ചടന്നു ചെന്നപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ആകമാനം മണ്ണിലടിയിലായ സാഹചര്യം വളരെയേറെ വേദനിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ഈ ദുരന്തപൂർണമായ സാഹചര്യത്തിലും ഞാൻ കണ്ട ഒറ്റ വയനാടുകാരനും അവരുടെ ആത്മാഭിമാനവും അവരുടെ അന്തസ്സും കളഞ്ഞു കുളിക്കുന്നതിൽ ഒരു വർത്തമാനം പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. All right. Well, when a tragedy happens, it is natural for people to be angry. But what was surprising to me, a huge tragedy had taken place here. Hundreds of people had died. Houses has been demolished. But I did not find one person in Wayanad who was angry and blaming anybody else. ഇത്തരം വലിയൊരു ദുരന്ത മുഖത്ത് ചെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ക്ഷോഭവും വിദ്വേഷവും പകയുമൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം അവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അഭിമാനം തോന്നിയത് വയനാട്ടിൽ ഇത്തരം എല്ലാ ദുരന്തങ്ങളെയും നേരിട്ട സാധാരണക്കാരെ കണ്ടപ്പോൾ അവരാരും മറ്റുള്ളവരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ കുറ്റം പറയാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. They might have been upset. They might have been crying in front of me. But they never ever let that fear, that sorrow to become anger or hatred towards anybody. അവർക്ക് പ്രയാസമുണ്ടായിട്ടുണ്ടാവും, ദുഃഖങ്ങളുണ്ടായിട്ടുണ്ടാവും. ആ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അവർ വീടുകളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരത് പുറത്ത് പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. I spoke about tragedy, but then you also showed me the brilliance of the people of Wayanad. വയനാട്ടിലെ ജനങ്ങളുടെ അതിശക്തമായിട്ടുള്ള ഒരു വിവേകവും ബുദ്ധിശക്തിയും നിങ്ങൾ എന്നെ കാണിക്കുകയുണ്ടായി. I have, like Venugopal is translating my speech. He's experienced. He's done thousands of speeches. So obviously in translation he will not be nervous. ഞാൻ സാധാരണ പ്രസംഗിക്കാറുള്ള ഒരാളായതുകൊണ്ട് പ്രസംഗമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വികാരപരമായി എടുക്കുന്നില്ല എന്ന് ചിലപ്പോൾ, അതുകൊണ്ട് അദ്ദേഹത്തിന് വികാരപ്രകാരം നടത്തേണ്ട കാര്യം ഉണ്ടാവില്ല. But don't underestimate how difficult this job of translating in front of a crowd is for a new person. പക്ഷേ ഒരു പുതിയ ആള് ഈ ജനക്കൂട്ടത്തിന് മുമ്പിൽ തർജ്ജമ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു വികാര വിക്ഷോഭങ്ങളെ കുറിച്ച് നിങ്ങൾ വില കുറച്ച് കാണിക്കരുത്. It's difficult for full-grown men to do a translation in front of 5,000 people, 10,000 people, but the children, the little girls of Wayanad have no problem translating my speech. ഒരു മുതിർന്ന ആൾക്ക് പോലും ഇത്രയും വലിയ ജനക്കൂട്ടം ഉണ്ടായാൽ തർജ്ജമ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എന്റെ മുന്നിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ അനായാസേന തർജ്ജമ ചെയ്യുന്ന കാര്യം നമുക്ക് കാണുകയുണ്ടായി. So, like we do from all families, I have received love and affection. I have learned so much from my brothers, my sisters. It has been an honor for me to be your member of parliament. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ പാർലമെന്റ് അംഗമാകുന്നത് എന്നത് ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. I don't treat you and think of you
like an electorate. I treat you and think of you the same way I think of my little sister Priyanka over here. ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നിങ്ങളെന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്റെ കൊച്ചു സഹോദരി പ്രിയങ്ക ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക്. So in the houses of Wayanad, I have sisters, I have mothers, I have fathers, I have brothers, and I thank you from the bottom of my heart for that. എനിക്ക് പ്രിയങ്ക ഉള്ളതുപോലെ തന്നെ വയനാട്ടിലെ ഓരോ വീടുകളിലും എനിക്ക് സഹോദരനും സഹോദരിയും ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് സന്തോഷമുണ്ട്, അതിലെനിക്ക് അഭിമാനവുമുണ്ട്. എന്റെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ അത് പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. At the same time, there are big issues that the people of Wayanad face. അതേ സമയത്ത് വയനാട് ചില സുപ്രധാനമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. Just a few days back, I visited Wayanad when a tragedy had happened. Wild elephant had killed people in the constituency. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാട് സന്ദർശിക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു കാട്ടാന നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ ഒരു സഹോദരനെ കൊല്ലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ട് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായി. There is the issue of man-animal conflict. There is the night road issue. There is the medical college issue. ഇവിടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, രാത്രി യാത്രാ നിരോധന പ്രശ്നങ്ങളുണ്ട്, അതുപോലെ വയനാടിന് പൂർണ്ണ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം ഉണ്ട്. And this is a fight that all the people of Wayanad agree on, and I stand with them in this fight. ഈ ഒരു പോരാട്ടത്തില് വയനാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടാണ്. ഈ പ്രശ്നങ്ങളിലെല്ലാം ആ പോരാട്ടത്തിനെല്ലാം ഏറ്റവും മുന്നിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. We have tried to pressurize the government on the medical college. I have written letters to the Chief Minister. We have tried to pressurize them on all these issues, but unfortunately they have not moved forward. I am absolutely convinced that if we have a government in Delhi and when we get a government in Kerala, both of which we will do, we will resolve these issues for the people of Wayanad. ഞാൻ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിലും ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. പക്ഷേ അതുവരെ ചെയ്യിക്കേണ്ടില്ല. പക്ഷെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, കേന്ദ്രത്തിൽ നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ അതുപോലെ കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കും എന്നുള്ള കാര്യത്തിൽ. At the same time, as I said, all the people of Wayanad, regardless of whether you are from the UDF or from the LDF, I have a relationship with you. You're all my family members. We might disagree on our ideology, but we agree that we have a tremendous relationship with each other. നിങ്ങൾ UDF-ന്റെ പ്രവർത്തകരാവട്ടെ LDF-ന്റെ പ്രവർത്തകരാവട്ടെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്. സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പൊതുപ്രശ്നങ്ങളിലും മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഒന്നിച്ചു പോകേണ്ടവരാണ്. എനിക്ക് അവരോട് സ്നേഹമുണ്ട്. It is a honor for me to be your member of parliament. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ പാർലമെന്റ് അംഗമാകുക എന്ന് പറയുന്നത് എനിക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയാണ്. And the last 5 years with you, meeting you, listening to you, working with you, have taught me a huge amount. 5 വർഷം കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളെ കേട്ടുകൊണ്ട്, നിങ്ങളോട് സംസാരിച്ചുകൊണ്ട്, നിങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. So I would like to thank all my family members from the bottom of my heart for making the last 5 years such a wonderful experience and such a learning experience for me. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വയനാട്ടിലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായിട്ടുള്ള ഓരോ സഹോദരന്മാരോടും എന്റെ ഹൃദയത്തിൽ നിന്നെടുത്ത നന്ദി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ എന്റെ പാർലമെന്ററി ജീവിതം വളരെ ധന്യമാക്കി തന്നതിന്, ഏറ്റവും വികാര നിർഭരമാക്കി തന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. And I am fully committed
to resolving the 2 or 3 critical issues for the people of Wayanad. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. And of course, if there is anything, the smallest thing that you need raised in the Lok Sabha, I'm always ready to bring the attention of the nation and the world on the people of Wayanad. ഏത് ചെറിയ പ്രശ്നങ്ങൾ വയനാട്ടിലുണ്ടായാലും അത് പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കാൻ എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. Thank you very much. നന്ദി.